നമുക്ക് തെർമോഡൈനാമിക്സിന്റെ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഡയഗ്രാം, അഡിയാബാറ്റിക് പ്രോസസ്സിനെ പറ്റിയും ഐസോബാറിക് പ്രോസസ്സിനെ പറ്റിയും ചർച്ച ചെയ്തു. അഡിയാബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എങ്ങനെയാണ് കാണുക എന്നുള്ള ഇക്വേഷൻ കണ്ടെത്തി. അഡിയാബാറ്റിക് പ്രോസസ്സിന്റെ 3 ഇക്വേഷൻസ്, പി വി റേസ് ടു ഗാമ, പിന്നെ ടെമ്പറേച്ചറും വോളിയവും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, പ്രഷറും ടെമ്പറേച്ചറും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, അങ്ങനെ 3 ഇക്വേഷൻസ് നമ്മൾ കണ്ടെത്തി. എന്താണ് ഗാമ? സി പി ബൈ സി വി, റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് ആണ് നമ്മൾ ഗാമ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത് എൻജിൻസിനെ പറ്റിയാണ്. അതിൻ്റെ ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻജിനുകളെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റ് എൻജിൻ. ഹീറ്റ് എൻജിൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഹീറ്റ് എനർജിയെ മറ്റെന്തെങ്കിലും മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുക. ഹീറ്റ് എൻജിൻ ഈസ് എ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ വർക്ക്. അപ്പോൾ ഇതിൽ ഈ സിസ്റ്റം ഒരു സൈക്ലിക് പ്രോസസ്സാണ് അണ്ടർഗോ ചെയ്യുക. നമ്മൾ കണ്ടു, തുടങ്ങിയിടത്ത് തന്നെ അവസാനിക്കും, ഇന്റേണൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്നിട്ട് എന്ത് സംഭവിക്കും? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മെക്കാനിക്കൽ വർക്കാക്കിയിട്ട് മാറ്റും. അതാണ് ഹീറ്റ് എൻജിൻസിൻ്റെ ജോലി. എന്തൊക്കെയാണ് ഹീറ്റ് എൻജിൻ്റെ പാർട്ട്? നിങ്ങൾക്ക് ഇവിടെ കാണാം. റിസർവോയർ ഓഫ് ഹീറ്റ് കെപ്റ്റ് അറ്റ് ഹൈ ടെമ്പറേച്ചർ T1 കെൽവിൻ. അതിനെ ഹോട്ട് റിസർവോയർ അല്ലെങ്കിൽ സോഴ്സ് എന്ന് വിളിക്കും. അത് ലാർജ് തെർമൽ കപ്പാസിറ്റി, അതായത് എടുത്താലും തീരാത്ത ഹീറ്റ് നൽകുന്ന ഒരു സാധനം. അതാണ് ഈ ലാർജ് തെർമൽ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ്? മിക്സ്ചർ ഓഫ് ഫ്യൂവൽ വേപ്പർ ആൻഡ് എയർ ഇൻ എ ഗ്യാസലിൻ ഓർ ഡീസൽ എൻജിൻ, അല്ലെങ്കിൽ സ്റ്റീം ഇൻ എ സ്റ്റീം എൻജിൻ. അതൊക്കെയാണ് എന്ത്? ഈ ഹോട്ടായിരിക്കുന്ന സബ്സ്റ്റൻസ്. നമ്മളെ ഡീസൽ എൻജിനിൽ നമ്മൾ അടിക്കുന്ന ഡീസൽ അതിൻ്റെ കൂടെ എയറും മിക്സ് ചെയ്യും. പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ പെട്രോളും അതിൻ്റെ കൂടെ എയറും മിക്സ് ചെയ്യും. ആ സാധനമാണ് ഈ സോഴ്സിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ സ്റ്റീം എഞ്ചിൻ ആണെങ്കിൽ സ്റ്റീം മിക്സ് ചെയ്യും. സ്റ്റീമാണ് ഈ സോഴ്സായിട്ട് ഉണ്ടാവുക. ഇനി വർക്കിംഗ് സബ്സ്റ്റൻസ്, ആ സിസ്റ്റം, അതായത് ആ എഞ്ചിനാണ് എന്ത്? വർക്കിംഗ് സബ്സ്റ്റൻസ്. ഈ ഇവിടെ എന്തൊക്കെയാണ് എഞ്ചിനിലുള്ള ഈ വർക്കിംഗ് സബ്സ്റ്റൻസിലുള്ള എന്തൊക്കെ ഉണ്ടാവുക? ഫ്യൂവൽ വേപ്പറും എയറും കൂടി ചേർന്നിട്ടുള്ള, ഇവിടെ നിന്ന് നമ്മളത് സ്വീകരിക്കുന്നു, ആ വർക്കിംഗ് സബ്സ്റ്റൻസ്. അതിനുശേഷം എയർ അല്ലെങ്കിൽ സ്റ്റീം, അതൊക്കെയാണ് എന്ത്? വർക്കിംഗ് സബ്സ്റ്റൻസ്. അവരാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. സിങ്ക് കോൾഡ് റിസർവോയർ ആണ്. അതായത് ടെമ്പറേച്ചർ കുറവായിരിക്കും, ലോ ടെമ്പറേച്ചർ T2 കെൽവിൻ. എന്താണെന്നുള്ളത് ഇതൊക്കെ ഒന്നും കൂടി നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ എന്താണ് സോഴ്സ്, എന്താണ് വർക്കിംഗ് സബ്സ്റ്റൻസ്, എന്താണ് സിങ്ക് എന്നുള്ളതൊക്കെ നമ്മൾ കാണും. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ്, സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വർക്കിംഗ് ഓഫ് എ ഹീറ്റ് എൻജിൻ, ആരോ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഈ സോഴ്സിൽ അല്ലെങ്കിൽ ഹോട്ട് റിസർവോയറിൽ നിന്ന് ഹീറ്റ് സ്വീകരിക്കും. കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ Q1. ആ സ്വീകരിക്കുന്ന ഹീറ്റിന്റെ എമൗണ്ട് ആണ് എന്ത്? Q1. എന്നിട്ട് വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു വർക്ക് ചെയ്യും. അതാണ് W, സറൗണ്ടിങ്സിലേക്ക് പോകുന്ന ഒരു വർക്കാണ്. പിന്നെ ബാക്കി എന്ത് ചെയ്യും? കോൾഡ് റിസർവോയർ T2 ബാക്കിയുള്ള ഹീറ്റ് അല്ലെങ്കിൽ എനർജി സിങ്കിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഒരു ഹീറ്റ് സ്വീകരിക്കുന്നു, ഒരു വർക്ക് ചെയ്യുന്നു, ബാക്കിയുള്ള ഹീറ്റ് പുറത്തേക്ക് വിടുന്നു, അല്ലെങ്കിൽ കോൾഡ് റിസർവോയർ സിങ്കിലേക്ക് കൊടുക്കുന്നു. ഈ ആരോ മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിത്രമൊക്കെ തന്നിട്ട് ആരോ മാർക്ക് മാത്രം മാർക്ക് ചെയ്യാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കണം, Q1 W പുറത്തേക്കാണ്, Q2 സിങ്കിലേക്കാണ്. Engine takes Q1 heat from a hot reservoir at temperature T1, releases heat Q2 to a cold reservoir at temperature T2 and delivers work W to the surroundings. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ ഈ ചിത്രം നോക്കി നമുക്ക് കാണാം. Q1 ആണ് എന്തൊക്കെയായിട്ട് മാറുക? W പ്ലസ് Q2 ആയിട്ട് മാറുക. കണ്ടോ, Q1 is equal to W പ്ലസ് Q2 or Q1 മൈനസ് Q2 is equal to W. അപ്പോൾ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് Q1 മൈനസ് Q2 ആണ്. ഇനി എഫിഷ്യൻസി, എങ്ങനെയാണ് എഫിഷ്യൻസി കാണാം? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. അതെന്തോ ആയിക്കോട്ടെ. പവർ എഫിഷ്യൻസി ആണെങ്കിൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഇവിടെ എഫിഷ്യൻസി കാണുക എന്ന് പറഞ്ഞാൽ ഇത് എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ട്, എത്രമാത്രം എഞ്ചിൻ നല്ലതാണ്, എത്രമാത്രം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈറ്റ എന്നാണ് നമ്മൾ ഈ സിമ്പിളിനെ വിളിക്കുക. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ഇവിടുത്തെ ഔട്ട്പുട്ട് ആരാണ്? W ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട്. അപ്പോൾ W ബൈ ഇൻപുട്ട് ആരാണ്? Q1. W ബൈ Q1, അതായത് Q1 മൈനസ് Q2 ബൈ Q1 ഓർ theta is equal to 1 minus Q2 by Q1. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരു ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1 ആണ്. ഈ ഇക്വേഷൻ, ഈ ഡെറിവേഷൻ, ഈ ചിത്രം മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്.
ഇനി എപ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാവുക? വെൻ Q2 ഈസ് ഈക്വൽ ടു 0. ഒരു ഇതും പുറത്തേക്ക് കൊടുക്കുന്നില്ല, സ്വീകരിക്കുന്ന എനർജി മുഴുവനായും വർക്കാക്കി മാറ്റുകയാണെങ്കിൽ W/Q2 എന്നാണല്ലോ, അല്ലെങ്കിൽ Q1 - Q2 ആണല്ലോ. അപ്പോൾ എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും, ഓർ 100%. പക്ഷെ ഇത് ഒരിക്കലും പോസിബിൾ അല്ല. ഹീറ്റ് ഫ്ലോ ഉണ്ടാവണമെങ്കിൽ തന്നെ എന്ത് വേണം? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം. അതുകൊണ്ട് സോഴ്സിൽ നിന്ന് സിങ്കിലേക്ക് there should be a heat transfer from source to sink. So Q2 is never equal to 0 or eta is never equal to 1. ഇത് നമുക്ക് നമ്മുടെ കോമൺ എക്സ്പീരിയൻസ് ആണ്. ഏത് മെഷീൻ, ഏത് എഞ്ചിൻ വർക്ക് ചെയ്യണതിനെയും തൊട്ട് നോക്കിയാൽ അതിന് കുറച്ച് ചൂടുണ്ടാവും. അതായത് കുറച്ച് എനർജി എന്തായിട്ട് പോകുന്നുണ്ട്? സറൗണ്ടിങ്സിലേക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സറൗണ്ടിങ്സ് ആണ് മിക്ക കേസിലും ഈ സിങ്ക് ആയിട്ട് ഉണ്ടാവുക. അപ്പം കുറച്ച് എനർജി എന്തായാലും ഹീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. അപ്പം ഒരിക്കലും Q2 എന്താവില്ല? നോട്ട് ഈക്വൽ ടു 0. സോ ഈറ്റ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഇനി വേറൊരു കണ്ടീഷൻ എന്താണുള്ളത്? Q1 - Q2 ആണല്ലോ. Q2/Q1 - Q2 ആണ്. അപ്പോ Q1 എന്ത് ചെയ്താൽ മതി? ഈറ്റ ആയാൽ മതി. Q1 എന്ത് ചെയ്താൽ മതി? ഇൻഫിനിറ്റി ആയാൽ മതി. വലിയ Q1 സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഈറ്റ ഈക്വൽ ടു 1 ഓർ 100% ആവും. പക്ഷെ അതും പോസിബിൾ അല്ല. കാരണം എന്താ വെച്ചാൽ ഏത് മെഷീനും അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിന് ഒരു പരിധിയുണ്ട്. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരിക്കലും അബ്സോർബ് ചെയ്യാൻ, സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ Q1 നോട്ട് ഈക്വൽ ടു ഇൻഫിനിറ്റി ഓർ ഈറ്റ നോട്ട് ഈക്വൽ ടു 1. സോ ദർ ഇസ് എ ഫണ്ടമെന്റൽ ലിമിറ്റ് ഓഫ് എഫിഷ്യൻസി. എത്ര നല്ല എഞ്ചിൻ ആണെന്ന് പറഞ്ഞാലും എഫിഷ്യൻസി ഒരിക്കലും എന്താവില്ല? 100% ആവില്ല. ഇതാണ് നമ്മൾ ഇനി സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഈ സെക്ഷന്റെ അവസാനം കാണാൻ പോകുന്നത്. ഇനി വീണ്ടും ഹീറ്റ് എഞ്ചിനിലേക്ക് വരാം. രണ്ടാക്കി തരം തിരിക്കാം. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻസ് ഉണ്ട്, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്റ്റീം എഞ്ചിൻ. ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസും ഉണ്ട്, അതിന്റെ എക്സാമ്പിൾസ് ആണ് പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ഒക്കെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ അതിന്റെ നേരെ തിരിച്ചുള്ള പ്രോസസ്സാണ്. റെഫ്രിജറേറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്സ്. നേരത്തെ ഇപ്പോൾ ഹീറ്റ് എഞ്ചിനാണ് വേണ്ടത്. വാക്കുകളൊക്കെ ഓർത്ത് വെക്കണം. ഹീറ്റ് എഞ്ചിനാണ് നമ്മൾ കണ്ടത്. ഹീറ്റിനെ മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുന്നു. റെഫ്രിജറേറ്റർ, ഹീറ്റ് പമ്പ് രണ്ടും ഒന്ന് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. റിവേഴ്സ് ഹീറ്റ് എഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഹീറ്റ് പമ്പ് എന്ന് വിളിക്കുക. ഹീറ്റ് പമ്പ് റെഫ്രിജറേറ്റർ ഒന്ന് തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം നമ്മൾ അതിനെ ഉപയോഗിക്കുന്ന ചെറിയ വ്യത്യാസം. റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫ്രിഡ്ജാണ്. ആ ഒരു ചേംബറിനെ തണുപ്പിക്കാൻ, സറൗണ്ടിങ്സിനേക്കാൾ തണുപ്പിക്കാനാണ് നമ്മൾ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുക. എന്നാൽ ഹീറ്റ് പമ്പ് എന്ന് പറഞ്ഞാൽ ഒരു റൂമിനെ ഹീറ്റർ, ഒരു റൂമിനെ ചൂടാക്കുക, സറൗണ്ടിങ്സിനേക്കാൾ റൂമിനെ ചൂടാക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹീറ്റ് പമ്പ്സ് ഉപയോഗിക്കുക. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഈ ചിത്രം കണ്ടോ? നേരെ തിരിഞ്ഞു. റെഫ്രിജറേറ്ററിനായാലും ഹീറ്റ് പമ്പിനായാലും ചിത്രം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നോക്കൂ, എന്താണ്? കോൾഡ് റിസർവയർ. നിങ്ങൾ റെഫ്രിജറേറ്റർ ആലോചിച്ചോളൂ. കോൾഡ് റിസർവയർ, ഓൾറെഡി തണുത്തിരിക്കുന്ന അതിന്റെ ഉള്ളിനെ അതിൽ നിന്ന് വീണ്ടും വീണ്ടും തണുപ്പിക്കുക എന്നുള്ളതാണ് ആരുടെ ഉദ്ദേശം? ഫ്രിഡ്ജിന്റെ ഉദ്ദേശം. അപ്പോൾ വീണ്ടും അതിൽ നിന്ന് തന്നെ എന്ത് വലിച്ചെടുക്കുക? ടെമ്പറേച്ചർ വലിച്ചെടുക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് കോൾഡ് ആണ്. അങ്ങനെ ടെമ്പറേച്ചർ സാധാരണഗതിയിൽ സിസ്റ്റത്തിന് വലിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് വലിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ സിസ്റ്റത്തിനെ സഹായിക്കുകയാണ്. എന്ത് ചെയ്തിട്ട്? ഒരു വർക്ക് ചെയ്തിട്ട്. അതാണ് നമ്മൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ മെഷീൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മളൊരു വർക്ക് ചെയ്യാണ്. ആ വർക്കും ആണ് ഈ കോൾഡ് റിസർവയറിൽ നിന്ന് ടെമ്പറേച്ചറിനെ വലിച്ചെടുക്കാൻ സഹായിക്കുന്നത്. പിന്നെ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നു അതിന്റെ മുകളിൽ. അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഹോട്ട് റിസർവയർ. ഫ്രിഡ്ജ് ആണെങ്കിൽ സറൗണ്ടിങ്സ് ആണ് ഹോട്ട് റിസർവയർ എന്ന് പറയുന്നത്. Q1 ആയിട്ട് പുറത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നേരത്തെ നിന്ന് ആ ആരോ മാർക്കിനുള്ള വ്യത്യാസം ശ്രദ്ധിക്കണം. ഫിഗർ മാത്രം ചോദിക്കും. വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്ട്രാക്ട്സ് ഹീറ്റ് Q2 ഫ്രം കോൾഡ് റിസർവയർ അറ്റ് ടെമ്പറേച്ചർ T2. Some external work W is done on it and heat Q1 is released to the hot reservoir at temperature T1. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇക്വേഷൻ എഴുതിയാൽ എന്തൊക്കെയാണ്? Q2ഉം Wയും കൂടി ചേർന്നാണ് Q1 ഉണ്ടാക്കുന്നത്. Q2 plus W is equal to Q1 or W is equal to Q1 minus Q2. റെഫ്രിജറേറ്റർ കണ്ടോ? എന്ന് കൃത്യമായ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. ടു കൂൾ എ പോർഷൻ ഓഫ് സ്പേസ് ലൈക്ക് ഇൻസൈഡ് ഓഫ് എ ചേംബർ ആൻഡ് ഹയർ ടെമ്പറേച്ചർ റിസർവോയർ ഈസ് സറൗണ്ടിങ്, വി കോൾ ദ ഡിവൈസ് റെഫ്രിജറേറ്റർ. ഒരു ചേംബർ, ഒരു ചെറിയ റീജിയനെ തണുപ്പിക്കുക, ചെറിയ സ്പേസിനെ തണുപ്പിക്കുക. സറൗണ്ടിങ്സ് ആണ് ഹയർ ഹോട്ട് റിസർവോയർ. അതിന്റെ ഹയർ ടെമ്പറേച്ചർ റിസർവോയർ എന്താണ്? സറൗണ്ടിങ്സ് ആണ്. അത്തരം ഒരു മെഷീനെയാണ് നമ്മൾ റെഫ്രിജറേറ്റർ എന്ന് വിളിക്കുക. ഹീറ്റ് പമ്പ് ആണെങ്കിലോ നേരെ തിരിച്ച്, സറൗണ്ടിങ്സ് തണുത്തിട്ടാണ്, മുറി നമ്മൾ ചൂടാക്കാനാണ് പോകുന്നത്. ഈസ് ടു പമ്പ് ഹീറ്റ് ഇൻ ടു എ പോർഷൻ ഓഫ് സ്പേസ്, അതായത് റൂം ഇൻ എ ബിൽഡിംഗ്
വെൻ ദ ഔട്ട്സൈഡ് എൻവയോൺമെന്റ് ഈസ് കോൾഡ്. നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ഹീറ്റർ ഉണ്ടാവും. നമ്മൾ AC ഉപയോഗിക്കുന്നത് പോലെ ഹീറ്റർ ഉപയോഗിക്കും. ഗൾഫിലും കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഡിവൈസ് ഇസ് കോൾഡ് എ ഹീറ്റ് പമ്പ്. ഹീറ്റ് പമ്പ് ട്രൈസ് ടു ഇൻക്രീസ് Q1. അപ്പം എന്താ സംഭവിക്കുക? Q2 ഒരു വർക്ക് ചെയ്യും, Q1. ഇനി ഇതിൽ എന്താണ് ഹീറ്റ് പമ്പും റെഫ്രിജറേറ്ററും തമ്മിലുള്ള വ്യത്യാസം? ഹീറ്റ് പമ്പ് Q1 ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും, റെഫ്രിജറേറ്റർ Q2 ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കും. Q2ന്റെ തണുപ്പ് കൂട്ടാനാണ് റെഫ്രിജറേറ്റർ ശ്രമിക്കുക. ഹീറ്റ് പമ്പ് എന്താണ് ശ്രമിക്കുക? Q1ന്റെ മുറിയുടെ ഉള്ളിലാണല്ലോ, വലിയൊരു മുറിയുടെ ഉള്ളിലാണ് ചൂടാക്കുന്നത്. അപ്പൊ Q1 ഇൻക്രീസ് ചെയ്യാനാണ്. എത്രമാത്രം പുറത്തേക്ക് കൊടുക്കാൻ പറ്റുമോ അതാണ് ആര് ശ്രദ്ധിക്കുക? ഹീറ്റ് പമ്പ് ശ്രദ്ധിക്കുക. പുറത്ത് തണുപ്പാണ്, അപ്പൊ എത്രമാത്രം പുറത്തേക്ക് തണുപ്പിനെ പുറത്തേക്ക് തള്ളാൻ പറ്റുമോ എന്നാണ് ഹീറ്റ് പമ്പ് ശ്രദ്ധിക്കുക. അപ്പൊ ഹീറ്റ് പമ്പ് ട്രൈസ് ടു ഇൻക്രീസ് Q1, റെഫ്രിജറേറ്റർ ട്രൈസ് ടു ഇൻക്രീസ് Q2. ഇനി ഇതിന് രണ്ടിനും വെവ്വേറെ കോയിഫിഷ്യന്റ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടു, എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ട് ഹീറ്റ് എഞ്ചിൻ്റെത് കണ്ടു. ഇനി കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് റെഫ്രിജറേറ്റർ കുറച്ച് കഴിയുമ്പോൾ ഹീറ്റ് പമ്പും കൂടി കാണും. എന്താണ് ആൽഫ എന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുക. കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് പറഞ്ഞാൽ വീണ്ടും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് ആണ് കാണേണ്ടത്. അപ്പോൾ എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ Q2 by W. കാരണം എന്താണ്? റെഫ്രിജറേറ്റർ ആണ്. റെഫ്രിജറേറ്റർ ട്രൈസ് ടു ഇൻക്രീസ് Q2 ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് Q2 by W എന്നായത്. അപ്പോൾ വീണ്ടും ഇക്വേഷൻ എഴുതി നോക്കുക. എന്താണ് Q2 plus W is equal to Q1. കണ്ടോ? അതിൽ നിന്ന് Q2 is equal to, അപ്പോൾ ആൽഫ is equal to Q2 by W ന് എന്താ എഴുതാം? Q1 minus Q2. ഇനി ആൽഫയ്ക്ക് ഒരിക്കലും ഇൻഫിനിറ്റി ആവാൻ കഴിയില്ല. കാരണം എന്താണ്? Q2 ഒരിക്കലും ഇൻഫിനിറ്റി തണുപ്പിച്ച് ഇൻഫിനിറ്റി വരെ തണുപ്പിക്കാൻ എന്തായാലും റെഫ്രിജറേറ്റർ കഴിയില്ല. അതുപോലെ ഒരു വർക്ക് ഇലക്ട്രിസിറ്റി നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, പുറമേ നിന്നൊരു വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും റെഫ്രിജറേറ്റർ തണുപ്പിക്കില്ല. അപ്പോൾ W ഈക്വൽ ടു 0 ആവാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽഫ ഒരിക്കലും എന്താവില്ല? ഇൻഫിനിറ്റി ആവില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഈ ഹീറ്റ് പമ്പിന്റെ ഇത് നോക്കാം. ഹീറ്റ് പമ്പിന്റെ ഉദ്ദേശം എന്താണ്? ഇൻക്രീസ് Q1 ആണ്. അതുകൊണ്ടാണ് കോയിഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് Q1 by W എന്ന് എഴുതിയത്. വീണ്ടും Q1 തന്നെ കഴിഞ്ഞു, Wക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചിത്രം നോക്കിയാൽ നമുക്ക് കാണാം Q1 is equal to W plus Q2 ആണ്. അപ്പോൾ W is equal to Q1 minus Q2 ആണ്. സോ Q1 by Q1 minus Q2. എന്താണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? അപ്പൊ നമ്മൾ ഹീറ്റ് എഞ്ചിൻ കണ്ടു, റെഫ്രിജറേറ്റർ കണ്ടു, ഹീറ്റ് പമ്പും കണ്ടു. മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നിലെയും ഇക്വേഷൻസ്, ചിത്രങ്ങൾ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ട്. അതായത് ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കെൽവിൻ പ്ലാങ്ക്, രണ്ടൊരു സയന്റിസ്റ്റ് ആണ്. കെൽവിനേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. പിന്നെ പ്ലാങ്ക് എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും ഒക്കെ കാണും. അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നോ പ്രോസസ് ഇസ് പോസിബിൾ, നമ്മുടെ കോമൺ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, is possible whose sole result is the absorption of heat from the reservoir and complete conversion of heat into work. ഒരു എഞ്ചിനും ഇല്ല ലോകത്തിൽ അബ്സോർബ് ചെയ്യണത് മുഴുവനും വർക്കാക്കി മാറ്റുകയും ഒരു ഊർജവും പുറത്തേക്ക് ഹീറ്റായി നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു എഞ്ചിനും ഇല്ല എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. നോ പ്രോസസ് ഇസ് പോസിബിൾ whose complete result, സോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, is the absorption of heat from a reservoir and the complete conversion of heat into work. Q2 is never equal to 0 for a heat engine. അപ്പോൾ 100% efficiency is not possible for a heat engine. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കെൽവിനും പ്ലാങ്കും പറഞ്ഞത് ഹീറ്റ് എഞ്ചിനെ പറ്റിയിട്ടാണ്. ഇനി ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ക്ലോഷ്യസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് മുന്നോട്ട് വെച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. No process is possible whose sole result is transfer of heat from colder object to a hotter object. ഇതാണ് ഫ്രിഡ്ജിന്റെ വർക്കിംഗ് ആണിത്. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം കോൾഡർ ഒബ്ജക്ട് ടു എ ട്രാൻസ്ഫർ ഒബ്ജക്ട്. നോ പ്രോസസ് ഇസ് പോസിബിൾ whose sole result is transfer of heat from a colder object to a hot. അതായത് നമ്മളൊരു വർക്ക് ചെയ്യാതെ കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹീറ്റ് വലിച്ചെടുത്ത് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ കോമൺ എക്സ്പീരിയൻസ് ആണത്. നമ്മൾ എന്തായാലും അങ്ങനെ ചെയ്യണം. അത് പ്രകൃതിയുടെ നേരെ എതിരാണ്. പ്രകൃതി എപ്പോഴും ഹോട്ടിൽ നിന്നും കോൾഡിലേക്കാണല്ലോ ഒഴുകുക.
ഇവിടെ എന്താ ചെയ്യേണ്ടത്, കോൾഡിൽ നിന്ന് വീണ്ടും ഹോട്ടിലേക്ക് കൊടുക്കണം എനർജി. അപ്പൊ അങ്ങനെ കൊടുക്കണമെങ്കിൽ ഉറപ്പായും നമ്മളൊരു വർക്ക് എക്സ്റ്റേണൽ ഏജൻസി ഒരു വർക്ക് ചെയ്യണം. അപ്പൊ W നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ എ റെഫ്രിജറേറ്റർ ഓർ എ ഹീറ്റ് പമ്പ്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺസ്ട്രക്ട് എ ഹീറ്റ് പമ്പ് ഓർ എ റെഫ്രിജറേറ്റർ വിത്ത് ഇൻഫിനിറ്റ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ്. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫണ്ടമെന്റൽ ലിമിറ്റേഷൻ. അതുകൊണ്ടാണ് എല്ലാ മെഷീനുകളുടെയും എഫിഷ്യൻസി ഒരിക്കലും 100% ആവില്ല. അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഹീറ്റ് എഞ്ചിൻ ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ. അപ്പോൾ ഹീറ്റ് എഞ്ചിന്റെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും കെൽവിൻ പ്ലാങ്ക്സ് സ്റ്റേറ്റ്മെന്റും, റെഫ്രിജറേറ്ററിന്റെയോ ഹീറ്റ് പമ്പിന്റെയോ ചോദിച്ചാൽ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതേണ്ടത്. അത്രയും സ്പെസിഫിക് ആയിട്ട് സാധാരണ ചോദിക്കാറില്ല. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനി ഒരു ക്ലാസ്സും കൂടി ഈ ചാപ്റ്ററിൽ ഉണ്ട്, ഒരു സെക്ഷനും കൂടി